തിരുവനന്തപുരം വെമ്പായത്തെ അമ്യൂസ്മെന്റ് പാർക്കായ ഹാപ്പി ലാൻഡിൽ അപകടം 9 പേർക്ക് പരിക്ക്. റൈഡിന്റെ വെൽഡിംഗ് പൊട്ടി വീണാണ് അപകടമുണ്ടായത്. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി. മറ്റുള്ളവരുടെ പരിക്ക് ഗുരുതരമല്ലെന്നാണ് പ്രാഥമിക നിഗമനം. നാഗർകോവിൽ നിന്നുമുള്ള വിനോദയാത്രാ സംഘത്തിനാണ് പരിക്കേറ്റത്. സംഭവത്തിൽ ജില്ലാ കളക്ടർ റിപ്പോർട്ട് തേടി. അപകട സമയത്ത് 15 പേരാണ് റൈഡിൽ ഉണ്ടായിരുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ദേവിക ചന്ദ്രൻ ചേരുന്നുണ്ട്. ദേവിക, അമ്യൂസ്മെന്റ് പാർക്ക് അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള ഗുരുതരമായ വീഴ്ചയാണ് അപകടത്തിന് കാരണമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാലപ്പഴക്കം ചെന്ന റൈഡുകളും അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടത്താത്തതുമാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? എനിക്ക് പിന്നിലുള്ള ഈ യന്ത്ര ഊഞ്ഞാലാണ് അല്പസമയം മുൻപ് തകർന്നു വീണ വലിയ അപകടമുണ്ടായത്. 15 പേരാണ് ഈ ഒരു അപകട സമയത്ത് ഈ ഒരു റൈഡിലുണ്ടായിരുന്നത്. അതിൽ 9 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഒരു സ്ത്രീക്ക് കാലിന് പൊട്ടലുണ്ടായിരുന്ന വിവരമാണ് പുറത്തു വരുന്നത്. 9 പേരും നാഗർകോവിൽ സ്വദേശികളാണ്. അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അവരുടെ ആരോഗ്യനില സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ പുറത്തു വരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ അപകടത്തിൽ ജില്ലാ കളക്ടർ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അല്പസമയത്തിനകം തഹസിൽദാർ ഈ റിപ്പോർട്ട് ജില്ലാ കളക്ടറിന് കൈമാറും. വേനലവധിയാണ്. നമുക്കറിയാം, ഒരുപാട് കുട്ടികൾ ഇത്തരത്തിൽ ഈ അമ്യൂസ്മെൻറ്റ് പാർക്കുകളിലേക്ക് ഇവരുടെ ഒരു വേനലവധി ആസ്വദിക്കാൻ വേണ്ടി എത്തുന്ന സമയമാണ്. ആ സമയത്ത് കൂടി ഇത്രയും ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ച ഉണ്ടാകുന്നു എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്നതാണ്. ഈ ഒരു റൈഡ് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നത് പല ഭാഗങ്ങളും തുരുമ്പെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബേസ്മെൻറ്റ് പൂർണ്ണമായും മറിഞ്ഞ് വീഴുകയായിരുന്നു. ഈ ഒരു റൈഡിൻ്റെ 3 വശത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് പാറക്കെട്ടുകളാണ്. ഒരു പക്ഷേ ഈ ഒരു റൈഡ് മറ്റൊരു വശത്തേക്കാണ് മറിഞ്ഞ് വീണതെങ്കിൽ വലിയൊരു അപകടം തന്നെ ഉണ്ടാകും എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നതാണ്. ഈ ഒരു മഴക്കാലത്ത് കൂടി ഇത്തരത്തിലുള്ള റൈഡുകൾക്ക് വേണ്ടത്ര സുരക്ഷ ഒരുക്കുന്നില്ല എന്ന കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഈ അപകടം പറ്റിയവരെയെല്ലാം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉൾപ്പെടെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അവരുടെ ആരോഗ്യനില നിലവിൽ ആശങ്കപ്പെടുത്തുന്ന തരത്തിലല്ല എങ്കിൽ കൂടി വരും ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ട സുരക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. ഈ ഒരു സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാതെ ഇനി ഈ അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ ലൈസൻസ് പുതുക്കി നൽകില്ല എന്ന കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്.